അത് ശ്രീരാമചന്ദ്ര പ്രഭു അന്ന് കോതണ്ഡപാണിയായിട്ട് നിന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും ഭാരതീയർ പൊതുവെ മനഃശുദ്ധി ഉള്ളവരാണ്. ഈ മനഃശുദ്ധി കൊണ്ട് പലപ്പോഴും ത്യാഗബുദ്ധി നമുക്കുണ്ട്. ഈ മനഃശുദ്ധിയും ത്യാഗബുദ്ധിയും കൂടെ ചേർന്ന് മണ്ടന്മാരായി മാറുന്ന തലത്തിലേക്ക് ഈ സമൂഹം കാലാകാലങ്ങളിൽ എത്തപ്പെട്ടതിൻ്റെ ചരിത്ര സ്മൃതികൾ നമ്മെ ഇപ്പോൾ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മനഃശുദ്ധി മാത്രം പോരാ സജ്ജനങ്ങളെ, മനഃശക്തി കൂടി വേണം. ആ മനഃശക്തിയുടെ പ്രതീകമാണ് കോതണ്ഡം. ആ കോതണ്ഡം എന്ന മനഃശക്തി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് നിലനിൽക്കുള്ളൂ. സനാതനധർമ്മം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ധർമ്മം എന്ന് പറയുന്നത് ഇന്നത്തെ മലയാള ഭാഷയിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ സ്വാമി പറഞ്ഞാൽ ഉത്തരവാദിത്വ ബോധം.